ഈ ഓണത്തിനും നീ നാട്ടിലേക്കില്ലേ? ഇതിപ്പോൾ കൊല്ലം 3 കഴിയല്ലേ രമേശ? ഇനിയും ഭാര്യ പിണക്കം വിട്ട് ഒന്നിക്കാൻ തയ്യാറല്ലേ? ഇതിനും മാത്രം എന്താ നിങ്ങൾക്കിടയിൽ ഉണ്ടായത്? ദുബായിൽ ജോലി കഴിഞ്ഞ് മുറിയിലെത്തി ഭക്ഷണം പാകം ചെയ്ത് നിൽക്കവെയാണ് മുറിയിൽ ഒപ്പമുള്ള അശോകന്റെ ചോദ്യം. ആ ചോദ്യം ഒരു നിമിഷം രമേശിനെ നിശബ്ദനാക്കി. ശബ്ദം പതിയെ തിരഞ്ഞു അവൻ. ഓ, അതൊക്കെ കുറേ പറയാനുണ്ട്. സമയം പോലെ പറയാൻ ഞാൻ. സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ എങ്ങും തൊടാത്ത രീതിയിൽ മറുപടി പറഞ്ഞുകൊണ്ട് കിച്ചണിൽ നിന്നും പോയി രമേശൻ. ഇവൻ്റെ പ്രശ്നം എന്തോ സീരിയസ് ആണ് കേട്ടോ. 3 വർഷമായി ഭാര്യ പിണങ്ങി നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി കടുപ്പമാണ്. ഒക്കെയും കേട്ടു വന്ന സതീശനും അഭിപ്രായപ്പെട്ടു. 3 വർഷം തന്നെയാണോ എന്ന് എങ്ങനെ അറിയാൻ? ഇവനിപ്പോൾ ഈ റൂമിൽ വന്നിട്ട് 3 വർഷങ്ങളാകുന്നു. മുന്നേ എങ്ങനെയാന്ന് അറിയില്ലല്ലോ. നമ്മളിവിടെ എല്ലാവരും ഒരു കുടുംബം പോലെ എല്ലാം പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ ഇവൻ മാത്രം എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അതെന്തായാലും കണ്ടുപിടിക്കണം. അശോകൻ രണ്ടിലൊന്ന് കണ്ടെത്തിയിട്ടേ അടങ്ങൂ എന്ന വാശിയിലായി. എടാ, ഇടയ്ക്ക് ആരോ പറഞ്ഞു കേട്ടു പെണ്ണ് കേസാണെന്ന്. ഇവൻ്റെ അയൽപ്പക്കത്തുള്ള ഏതോ പെണ്ണുമായി ഇവന് സെറ്റപ്പ് ഉണ്ടായിരുന്നെന്ന്. അത് പെണ്ണും പിള്ള കണ്ടിട്ടാ പിണങ്ങിപ്പോയത്. ഇവൻ തന്നെ ആരോടോ പറഞ്ഞ കാര്യമായത്. സതീശൻ പറഞ്ഞത് ഒരു പുതിയ അറിവായിരുന്നു അശോകന്. അപ്പോൾ അങ്ങനെയും കഥകളുണ്ടോ? ഇനിയിപ്പോൾ ഡിവോഴ്സായി കാണൂ. ചിലപ്പോൾ അതാകും ഒന്നും വിട്ടു പറയാത്തതും നാട്ടിൽ പോകാണ്ട് നിൽക്കുന്നതും. അതൊന്നും അറിയില്ല. അതൊക്കെ ഇവൻ തന്നെ പറയണം. പിന്നെ ആള് ഓർഫൺ ആയതുകൊണ്ട് ഇവൻ അറിയാതെ വീട്ടുകാരോട് അന്വേഷിക്കാമെന്നുള്ള ഐഡിയയും നടക്കില്ല. സതീഷിൻ്റെ മറുപടി കേട്ട് അല്പസമയം ചിന്തയിലാണ്ടു നിന്നു അശോകൻ. ആ സമയം അവരുടെ ചർച്ചകൾ തന്നെപ്പറ്റിയാകും എന്നത് അറിയാവുന്നത് കൊണ്ട് തന്നെ ബാൽക്കണിയിലേക്ക് മാറിയിരുന്നു രമേശൻ. മനസ്സിൻ്റെ ഉള്ളറയിൽ ആരുമറിയാതെ കുഴിച്ചു മൂടിയത് എന്തൊക്കെയോ വീണ്ടും പുറത്തേക്ക് തള്ളുന്ന പോലെയൊരു അസ്വസ്ഥത അവനിൽ രൂപപ്പെട്ടു. ദിവസങ്ങൾ പിന്നെയും നീണ്ടു. ഓണം ആഘോഷിക്കുവാൻ സതീശൻ നാട്ടിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഡാ അളിയ, ദേ ഈ ടോയ്സ് ഞാൻ നിന്റെ മക്കൾക്ക് വേണ്ടി വാങ്ങിയതാ. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞെത്തുമ്പോൾ രമേശിൻ്റെ കയ്യിൽ കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു. ആഹാ, വെറുതെ എന്തിനാണ് കാശ് കളയാൻ പോയേ? ഇതവിടെ കൊണ്ടുചെന്നാൽ 2-ാം ദിവസം തല്ലി പൊട്ടിച്ചു കളയും. സതീശൻ അത് വാങ്ങവേ രമേശിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. സാരമില്ലടാ, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? മറുപടി പറഞ്ഞുകൊണ്ട് രമേശൻ ബെഡിലേക്കിരിക്കവേ കിച്ചണിലായിരുന്നു അശോകൻ പതിയെ മുറിയിലേക്ക് വന്നു. രമേശ, ഇത്രയും നാൾ ഞങ്ങൾ ചോദിച്ചില്ല, നീ ഒട്ട് പറഞ്ഞതുമില്ല. പക്ഷേ ഇനി നീ പറഞ്ഞേ പറ്റൂ. എന്താ നിങ്ങളുടെ പ്രശ്നം? ഭാര്യയുമായി ഡിവോഴ്സായോ നീ? അങ്ങനെ ഒരു കഥ കേട്ടു. എന്തായാലും തുറന്നു പറയ്. നമുക്കിടയിലൊരു മറ വേണ്ട. ആ ചോദ്യം ഏതു നിമിഷവും പ്രതീക്ഷിച്ചിരുന്നു രമേശൻ. മറുപടി പറയാതെ മൗനമായിരുന്നു അവൻ. ശരിയാണ്, എന്നൊരു കൃത്യമായ മറുപടി വേണം. നീ അത് പറഞ്ഞില്ലേൽ നിന്റെ നാട്ടിൽ പോയി ഞാൻ തിരക്കും. എന്തായാലും കാര്യം അറിയണം. സതീശനും വാശിയിലായി. അതോടെ മറുപടി പറയാതെ നിവർത്തിയില്ലെന്നായി രമേശന്. ഞങ്ങൾ പിരിഞ്ഞു. ഒരു ചെറിയ സംഭവം ഉണ്ടായി. അങ്ങനെ രണ്ടാളും 2 വഴിക്കായി. കൂടുതലൊന്നും അതിനെപ്പറ്റി പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ കൂടുതലൊന്നും ചോദിക്കരുത്. എന്തായാലും ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. അതാണ് നാട്ടിലേക്ക് പോകാൻ നിൽക്കാത്തത്. അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ രമേശിൻ്റെ മുഖത്ത് വിഷാദം നിറയുന്നത് ശ്രദ്ധിച്ചു മറ്റുള്ളവർ. പെട്ടെന്ന് തന്നെ അവൻ ടവലുമെടുത്ത് ബാത്റൂമിലേക്ക് കയറി. സംഗതി അപ്പോൾ അതാണ് കാര്യം. നീ പറഞ്ഞത് തന്നെ സതീശ. പെണ്ണും പിള്ളയുമായി ഡിവോഴ്സായി. ആ പെണ്ണ് കേസ് തന്നെയാകും. ഇവൻ ഇത് മുന്നേ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? അശോകൻ്റെ വാക്കുകൾ കേട്ട് പതിയെ ബെഡിലേക്കിരുന്നു സതീശൻ. എടാ, അതിപ്പോൾ ഓരോരുത്തർ ഓരോ ടൈപ്പല്ലേ. അവന് ചിലപ്പോൾ അത് പുറത്ത് പറയാൻ നാണക്കേടോ ഇഷ്ടക്കേടോ ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് അവനെ വിഷമിപ്പിക്കേണ്ട. അവൻ്റെ വിഷമങ്ങളൊക്കെ മാറ്റി ഒന്ന് നാട്ടിലേക്ക് വിടണം. അല്ലേൽ പാവം ഇവിടെ കിടന്ന് വട്ടുപിടിക്കും. സതീശൻ ആ പറഞ്ഞത് ശരിയാണെന്ന് അശോകനും തോന്നി. എന്നാൽ ബാത്റൂമിനുള്ളിൽ ഒക്കെയും കേട്ടുനിന്ന രമേശിൻ്റെ മിഴികൾ അറിയാതെ തുളുമ്പി. ഉള്ളിൽ അടക്കി വെച്ചിരുന്ന വേദനകൾ അണപൊട്ടി. ഞാനും അവളും പിരിഞ്ഞു. പക്ഷേ അത് ഡിവോഴ്സല്ല. എന്നെ ഇട്ടിട്ട് പോയിക്കളഞ്ഞതാ അവൾ. മിഴിനീർ തുടച്ചുകൊണ്ട് പിറുപിറുത്തു അവൻ. ഭാര്യയുടെ വേർപാടിൻ്റെ നൊമ്പരം വീണ്ടും അവനെ അലട്ടി. തുറന്നുവിട്ട ഷെവറിനിടയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു അവൻ. അനാഥനായ രമേശൻ്റെ അവസ്ഥകൾ അറിഞ്ഞു തന്നെ അവനെ സ്നേഹിച്ചതാണ് ഇന്ദു. രണ്ടാളും വിവാഹം കഴിച്ച് സുഖമായൊരു ജീവിതം ആരംഭിച്ചതുമാണ്. ഇന്ദുവിനും അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ അവളെ വളർത്തിയതും. എന്നാൽ ആ അമ്മയുടെ മരണശേഷം മാനസികമായി തളർന്ന ഇന്ദുവിനെയും കൊണ്ട് ഉള്ളതൊക്കെ വിറ്റുപെറുക്കി സ്വന്തം നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോയി രമേശൻ.
പുതിയ വീടും ചുറ്റുപാടുമായി വേഗത്തിലിണങ്ങിയ ഇന്ദുവിൽ വീണ്ടും സന്തോഷം കണ്ടു തുടങ്ങി. നാട്ടിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ പ്യൂണായി രമേശനും ജോലിക്ക് കയറി. എന്നാൽ വിധി വീണ്ടും വില്ലൻ വേഷമണിഞ്ഞു. റോഡ് മുറിച്ച് കടക്കവെയുണ്ടായ ഒരു ആക്സിഡന്റിൽ ഇന്ദുവിനെ രമേശന് നഷ്ടമായി. അതോടെ അവൻ ആകെ തകർന്നുപോയി. പെട്ടെന്നുണ്ടായ ഒറ്റപ്പെടലും നാട്ടുകാരുടെ സഹതാപത്തോടെയുള്ള സമീപനങ്ങളും എല്ലാം കൂടി ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാകവെയാണ് നാടും വീടും വിട്ട് പ്രവാസിയാകുവാൻ രമേശൻ തീരുമാനിച്ചത്. കൂട്ടുകാർ പറഞ്ഞതുപോലെ 3 വർഷങ്ങളല്ല, ഏകദേശം 6 വർഷത്തോളമായി അവൻ നാട്ടിലേക്ക് പോയിട്ട്. അവിടെയുള്ള വീടൊക്കെ ഇതിനോടകം വിറ്റിരുന്നു. അപരിചിതമായ ഈ അറബി നാട്ടിൽ എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ആരോടും ഒന്നും പറയാതെ, ആരുടെയും സഹതാപങ്ങൾക്ക് ഇരയാകാതെ ഒരു പുതിയ മനുഷ്യനായി അവൻ അങ്ങനെ ജീവിച്ചു പോന്നു. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും വിട്ടുപോയതിനാലും പുതിയ നാട്ടിൽ അധികം ആരുമായും പരിചയമില്ലാത്തതിനാലും ആരും അവനെ അന്വേഷിച്ച് ഇന്നേ വരെ വന്നിട്ടില്ല. കൂട്ടുകാരുടെ ചോദ്യങ്ങൾ ഇരട്ടിച്ചു വന്നപ്പോഴാണ് സ്വയം ഒരു ഡിവോഴ്സ് കഥ മറ്റൊരാൾ വഴി രമേശൻ പ്രചരിപ്പിച്ചത്. കാരണം തൻ്റെ നഷ്ടങ്ങൾ ആരും അറിയുന്നതും അതിലൂടെ സഹതാപം കാണിക്കുന്നതും അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കുളി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ വിഷമങ്ങളെല്ലാം വീണ്ടും ഉള്ളിലൊതുക്കി മുഖത്ത് പുഞ്ചിരി വരുത്തി അവൻ. ഇന്നെന്താ സ്പെഷ്യൽ അശോക? സതീഷിൻ്റെ നാട്ടിൽ പോക്ക് പ്രമാണിച്ച് പാർട്ടിയൊന്നുമില്ലേ? രമേശൻ വീണ്ടും ആക്റ്റീവായതോടെ കൂട്ടുകാരും ഹാപ്പിയായി. പിന്നെ തകർക്കണം നമുക്ക്. ഞാൻ പോയി ഒരു ബോട്ടിൽ സംഘടിപ്പിക്കട്ടെ. ആവേശത്തോടെ അശോകൻ പുറത്തേക്ക് പോയി. പ്രവാസികൾ പലവിധമാണ്. രമേശനെ പോലെ തൻ്റെ വിഷമങ്ങൾ എല്ലാം ഉള്ളിലൊതുക്കി മറ്റുള്ളവർക്ക് മുന്നിൽ പുഞ്ചിരി തൂകുന്നവർ തന്നെയാണ് അതിലേറെയും. കാരണം അവിടം അവർക്ക് മറ്റൊരു ലോകമാണ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.